റെഡി? പറ 1 2 3 പറ. 1 2 3 4 5 6 7 ഹലോ ഗൈസ്. ഹലോ ഗൈസ്. എന്താണ് പറയട്ടെ? ഹലോ ഗൈസ്, യെല്ലോ മേക്കോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെന്താ ചെയ്യുന്നത്? ഇന്ന് നമ്മളൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്, ഒരു ബ്രൈഡൽ മേക്കപ്പ് വീഡിയോ. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പിന്റെ മോഡൽ. നമ്മളൊരു ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ബ്രൈഡല്ല, നമ്മൾ മേക്കപ്പ് ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഹെയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെയർ ഫസ്റ്റ് കംപ്ലീറ്റ് ക്രിംപ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഹെയർ ബാക്കിൽ ബ്രൈഡ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലെ സെക്ഷൻസ് മാത്രമേ ക്രിംപ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെക്ഷൻസ് എടുത്ത് വെച്ച് ബാക്കിലെത്തത് ഞാൻ കെട്ടി വെച്ചു. അതിന് ശേഷം ഫ്രണ്ട് സെക്ഷൻസ് ഞാൻ നന്നായിട്ട് ക്രിംപ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ടാങ്കിൾസ് കളയാൻ വേണ്ടി ഞാൻ എപ്പോഴും ഈ വൈറ്റ് ടൂത്തുള്ള കോമ്പുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അധികം മുടിയൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് നന്നായിട്ട് ടാങ്കിൾസ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ക്രിംപ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫ്രണ്ട് സെക്ഷനിൽ മോസ് അപ്ലൈ ചെയ്യാണ്. മോസ് നമുക്ക് പാഡൽ ബ്രഷിൽ വെച്ചിട്ടും അപ്ലൈ ചെയ്യാം, അതുകൂടാതെ കൈകൊണ്ടും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിലുള്ള കുറച്ച് ഹെയർ മാത്രമേ ഞാൻ ക്രിംപ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും സ്ഥലത്ത് മാത്രമേ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിലെ 2 സെക്ഷനിലും ഞാൻ നന്നായിട്ട് മോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രിംപിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് ഞാൻ ഓരോ പോർഷൻസും നന്നായിട്ട് ക്രിംപ് ചെയ്തെടുക്കുകയാണ്. ക്രിംപിങ്ങിന് കുറച്ച് ടൈം എടുക്കും. ഒരു ഭാഗത്തത് ക്രിംപിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ഭാഗത്തു കൂടെ ചെയ്യാണ്. നമ്മൾ ക്രിംപിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫേസ് മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. ആക്കിയതിനെ പോലെ തന്നെ ഫോർഹെഡ് കുറച്ച് കൂടുതലാണ്. മാത്രമല്ല ഫോർഹെഡ് ഒരു ലവ് ഷേപ്പിലാണ്. കുറേ ട്രയലൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ ഒരു ഹെയർ സ്റ്റൈൽ ഫിക്സ് ചെയ്തു. നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ടോണർ അപ്ലൈ ചെയ്യാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബയോട്ടിക്കിൻ്റെ റോസ് വാട്ടർ ടോണർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്റ്റിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും കാണില്ല. പ്രൊഡക്റ്റൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയായിരിക്കും. ടോണർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഡ്രൈ ആവുന്ന ടൈം കൊണ്ട് ഞാൻ ഫൗണ്ടേഷൻസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ്സിന് ശേഷം ഞാൻ പാക്കിൻ്റെ പ്രൈമർ അപ്ലൈ ചെയ്തു. ഒരുപാടില്ലെങ്കിലും ചെറിയ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് എല്ലാവരുടെയും കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റിങ്ങിനായാലും കൺസീലിങ്ങിനായാലും ഞാൻ യൂസ് ചെയ്യും ഡെർമയുടെ ഫൗണ്ടേഷൻ പാലറ്റിനകത്ത് തന്നെ വരുന്ന ഓറഞ്ച് കറക്റ്ററാണ് ഞാൻ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ വരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡും യൂസ് ചെയ്തിട്ട് കൺസീൽ ചെയ്തു.
ഞാൻ ഐ മേക്കപ്പാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഐലിഡ്സൊക്കെ ഡെർമയിൽ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ച് കൺസീൽ ചെയ്തതിന് ശേഷം ഞാൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐഷാഡോ ആപ്ലിക്കേഷന് മുന്നേ ഞാൻ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രീസ് വരച്ചതിന് ശേഷം ഞാൻ സാരിക്ക് മാച്ചാവുന്ന ഒരു കളർ ഐഷാഡോ അപ്ലൈ ചെയ്തു. അതിന് ശേഷം ലൈറ്റായിട്ട് കുറച്ച് ഷിമ്മറും കൂടി അപ്ലൈ ചെയ്തു. സിമ്പിളായിട്ടാണ് ഐഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഐലൈനറും കൊടുത്ത് ഞാൻ ബേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ബേസ് മേക്കപ്പിൽ ഓൾറെഡി കറക്ഷനും കൺസീലിങ്ങും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോറെവർ 52ൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ചെറുതായിട്ട് ഹൈലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ക്രീം ഹൈലൈറ്റർ അപ്ലൈ ചെയ്തെടുത്തു. ചീക്കിലും പിന്നെ ഹൈലൈറ്റിംഗ് ഏരിയസിലെല്ലാവിടെ ഞാൻ നന്നായിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ലിപ്പൊന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു. അതോടുകൂടി ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ലാഷസും വെച്ച് യൂറോ പെരീസിൻ്റെ ലാഷസാണ് യൂസ് ചെയ്യുന്നത്. ഐലൈനർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ കോർണർ വരെ ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പൊട്ടും വെച്ചതോടുകൂടി നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെറ്റിംഗ് സ്പ്രേ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാരി ഡ്രപ്പിംഗ് കഴിഞ്ഞു. സാരി ഡ്രപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സാരി ഡ്രപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കംഫർട്ടായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മാല മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2ഉം ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഓർണമെൻറ്റ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഞങ്ങൾ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്തു. സൈഡ് പാർട്ടീഷൻ ആയിരുന്നു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈഡ് പാർട്ടീഷൻ ചെയ്ത് ഫ്രണ്ടിൽ ചെറുതായിട്ട് ബ്രേഡ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈൽ എത്രത്തോളം സ്യൂട്ടാവും എന്നുള്ളത് അറിയില്ല, എന്നാലും അത് തന്നെ ചെയ്ത് നോക്കുകയാണ്. ഞാൻ നമ്മുടെ മോഡലിന് സംസാരിക്കാൻ വേണ്ടി ഒരു മൈക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മൈക്കൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം വായ പൂട്ടാതെ സംസാരിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഒട്ടും സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. മൈക്ക് റിമൂവ് ചെയ്തതിന് ശേഷം സംസാരിക്കാനൊരു കോൺഫിഡൻസ് ആയി. അതിന് ശേഷം സംസാരം നിർത്തിയിട്ടേ ഇല്ല. ഇനി അങ്ങോട്ട് നമ്മുടെ ബ്രൈഡ് സംസാരം നിർത്തുന്നതായിട്ടേ നമുക്ക് കാണാൻ പറ്റില്ല. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ സംസാരം തുടരാം. ഞാൻ ഫ്രണ്ട് പോർഷൻ തന്നെ 3 സെക്ഷനായി തിരിച്ചു. അതിൽ 2 സെക്ഷൻസ് ഞാൻ ബാക്ക് കോംബ് ചെയ്തെടുത്തു. എന്നിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു. ടാഫ്റ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നമ്പർ 5. ബാക്കിലുള്ള 2 സെക്ഷൻസ് ഒന്ന് പൊക്കിയെടുത്ത് ചുരുട്ടി ബാക്കിൽ കൊണ്ടുപോയി സെക്യൂർ ചെയ്തു. ഫ്രണ്ട് പോർഷൻസ് ബ്രേഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ ബ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെക്ഷൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചു. ബാക്കിയുള്ള സെക്ഷൻസ് എടുത്ത് ഞാനിങ്ങനെ ചുരുട്ടി ബാക്കിൽ നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഹെയർ വാക്സ് ആണ്. ഇത് നമ്മുടെ ബേബി ഹെയർസൊക്കെ പൊങ്ങിക്കിടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ 2ാമത്തെ സെക്ഷനും ബാക്ക് കോംബ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു.
ഞാൻ ഫൈനൽ പോർഷൻ ബ്രൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് കംപ്ലീറ്റ് ബ്രൈഡ് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഒരു സൈഡ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഹെയർ ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെറ്റ് ചുട്ടി ഫിക്സ് ചെയ്യാണ്. ഒരു സിമ്പിളായിട്ടുള്ള ലൈറ്റായിട്ടുള്ള സാരിക്ക് മാച്ചാവുന്ന തരത്തിലുള്ള ഒരു നെറ്റ് ചുട്ടിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഹെയർ എക്സ്റ്റൻഷൻ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നോർമൽ ഹെയറിൻ്റെ കൂടെ അതൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബ്രൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ബ്രൈഡ് ചെയ്തെടുത്തു. ഇനി ഫ്ലവർ സെറ്റിംഗ് ആണ്. ഞാൻ ജാസ്മിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലവർ സെറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം സാരിയുടെ പ്ലീറ്റൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഹിപ്പ് ബെൽറ്റ് ഇടാനുണ്ടായിരുന്നു, ഹിപ്പ് ബെൽറ്റും കൂടെ ഇട്ടു. ഇനി കമ്മൽ മാത്രമേ ഇടാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ കമ്മലും അതിൻ്റെ കൂടെ വരുന്ന മാറ്റിയും കൂടെ ഇട്ട് ഹെയർ ഒന്നുകൂടെ റീടച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ നോക്കി എങ്ങനെയുണ്ട് ലുക്ക്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ദൂരത്തുള്ളൊരു വീട്ടിൽ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മേക്കപ്പും കഴിഞ്ഞ് ഷൂട്ടും കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് മേക്കപ്പ്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.